ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 3ാമത്തെ ദിവസം, നമ്മുടെ നവരാത്രി സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡ്. ഓരോ ദിവസം നമ്മൾ ഓരോ സുണ്ടൽ റെസിപ്പീസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടും കൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ കട്ട സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ചങ്ക്സുകൾ നമുക്ക് കണ്ടിട്ട് വരാം. സൈന, മേഘമൽഹാർ, പിന്നെ ശ്രീകുട്ടി, ഇവരാണ് ഇപ്പോൾ സപ്പോർട്ട് തരുന്നതിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത്. നല്ല കട്ട സപ്പോർട്ടായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കമൻറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. അതുപോലെ കമൻറ്റ്സ് അയക്കുന്ന എല്ലാവർക്കും, എസ് എ ചാനൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്, അനുപമ, ജംഷിത്ത, അതുപോലുള്ള എല്ലാവർക്കും കമൻറ്റ്സ് അയക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ പ്രോത്സാഹനവും സപ്പോർട്ടും സ്നേഹമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതിന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്, കടലപ്പരിപ്പ് കൊണ്ടുള്ള, ചന ദാൽ കൊണ്ടുള്ള സുണ്ടൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ 1 കപ്പ് ചന ദാൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ഇടുക. ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് പരിപ്പ് മാത്രമായിട്ട്, നമുക്ക് വെള്ളം ആവശ്യമില്ല, സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആ വെള്ളം നമുക്ക് സാമ്പാർ, രസമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുത്തതായിട്ട് 1/4 ടീസ്പൂണോളം സാദാ ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഉണക്കമുളക് 1-2 എണ്ണം രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പില 1 തണ്ടോളം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തതോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഉഴുന്നും പരിപ്പ് റെഡ് കളറായിട്ടുണ്ടാവും. ഇനി 2 നുള്ള് കായം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചന ദാൽ കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലുള്ള വെള്ളം, മോയ്സ്ചർ കണ്ടൻറ്റ് ഫുള്ളായിട്ട് ഇല്ലാതാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിലുള്ള വെള്ളം മുഴുവൻ വറ്റി ഇല്ലാതായതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് നേരം കൂടി നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. ചന ദാൽ ഇടുമ്പോൾ തൊട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും വേണമെങ്കിൽ ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള സുണ്ടൽ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. സുണ്ടൽസ് പല വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഈസി മെത്തേഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നാളെ വേറൊരു സുണ്ടൽ റെസിപ്പി ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.